സ്വന്തം പേരിൽ ഒരു രജിസ്ട്രേഷൻ കാർഡ് എടുത്തിട്ടായാലും എന്നെ കാണാൻ വന്ന ആനയുടെ സമയോചിത ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അത് രവി തന്നെയാണെന്ന് ഉറപ്പാണോ ഡോക്ടർ? ഏറെ പ്രത്യേകതകളുള്ള ഒരു രോഗവുമായി വന്ന ആ പേഷ്യന്റിനെ ഞാൻ ഒരിക്കലും മറക്കില്ല. അത് രവി തന്നെയാണ്, രവി രാമകൃഷ്ണൻ. അയാളുടേത് ഒരു കോംപ്ലിക്കേറ്റഡ് കേസാണ്. കാരണം വേണ്ടപ്പെട്ടവരുടെ സ്നേഹം തന്നെയാണ് രവിയെ ഭ്രാന്തനും കൊലപാതകിയും മറ്റുമാക്കി തീർക്കുക. രവിയുടെ രോഗം മാറുന്നത് വരെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിലോ ഡോക്ടർ? ആന അയാളെ മറക്കാനും വെറുക്കാനും തയ്യാറായി സ്വയം ഒഴിഞ്ഞു മാറിയാൽ അതിലും വലിയൊരു സമാധാനം തനിക്കില്ലെന്ന് അയാൾ തന്നെ തീർത്തു പറയുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? ആളിത് തന്നെയല്ലേ ഡോക്ടർ? രവി രാമകൃഷ്ണ. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നേരെ ഡൽഹിയിൽ എന്തോ ഇന്റർവേഴ്സിറ്റി കോമ്പറ്റീഷന് പോകുന്നെന്നാ പറഞ്ഞത്. എ ബ്രില്യൻ ബോയ്. പെയ്ത്തൻ എന്നല്ലാതെ എന്താ പറയുക? Somebody should break the ice. I mean this terrible silence. എന്തെങ്കിലും ഒരു പരിഹാരം, ഒരു പോംവഴി കണ്ടേ പറ്റൂ. എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് രവി മടങ്ങിയെത്തുന്നതിന് മുമ്പേ വേണം. അവന്റെ മനസ്സിന്റെ വിഭ്രാന്തി എന്തെന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി വെക്കുകയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അങ്കിളിന്റെ പരിചയത്തിലോ ബന്ധത്തിലോ വല്ല ചെറുപ്പക്കാരും ഉണ്ടെങ്കിൽ. അതെങ്ങനാ? ഇവളും രവിയും തമ്മിലുള്ള അടുപ്പം എല്ലാവർക്കും അറിയാവുന്ന സ്ഥിതിക്ക് പെട്ടെന്നൊരു വിവാഹം. എല്ലാം അറിഞ്ഞുകൊണ്ടും പറഞ്ഞുകൊണ്ടുള്ള ബന്ധം എപ്പോഴും നല്ലത്. എന്റെ പരിചയത്തിൽ ഒരാളുണ്ട്. ആൾ MBA കാരനാ, നല്ല സ്വഭാവ. എന്താ ഇത്? എന്താ ഇതെന്ന്? അയ്യോ അയ്യോ, ഫോട്ടോ മാറിപ്പോയതാ. ഇതാണ് അവന്റെ ഫോട്ടോ. അപ്പൊ ഇതോ? അത് എനിക്ക് തരൂ. അല്ലെങ്കിൽ തരാൻ. എന്താ എന്താ ഇതെന്ന്? എന്നോട് ക്ഷമിക്കണം. ഞാൻ പലതും അങ്കിളിനോട് ഒളിച്ചു വെച്ചു. ഇതവന്റെ ചതിയുടെ മറ്റൊരു മുഖമാണ്. അവനെ ഉപദേശിച്ച് നന്നാക്കാൻ ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചു. പക്ഷെ അടുത്ത കാലത്ത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇല്ല, കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഞാൻ നോക്കിയിട്ട് എല്ലാം കൊണ്ടും ആനിക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റിയൊരു പയ്യനുണ്ട്. പക്ഷേ അത് നടക്കണമെങ്കിൽ കോര വിചാരിക്കണം. ആരാ അങ്കിൾ? ആരായാലും ഞാൻ ശ്രമിക്കാം. ആനിയുടെ ഭാവിക്ക് വേണ്ടി കാല് പിടിച്ചാൽ പോലും ഞാൻ സമ്മതിപ്പിക്കും. മകളുടെ ഭാവിക്ക് വേണ്ടി മറ്റെല്ലാം മറന്ന് ഒരു പിതാവിന്റെ സ്വാർത്ഥതയാണെന്ന് വിചാരിച്ചാലും തെറ്റില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് എന്റെ മോക്കൊരു ജീവിതം കൊടുക്കാൻ കോരയ്ക്ക് മാത്രമേ കഴിയൂ. ഇതാ നോക്ക്. ഇന്നോളം മോള് പറയുന്നതൊക്കെ ഡാഡി കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഡാഡി പറയുന്നത് മോൾ അനുസരിച്ചേ പറ്റൂ. രവി, you are wonderful. I am really proud of you. പിന്നെ അപർണയുടെ നാവിൽ നിന്നും ഈ കഥ മൂന്നാമതൊരാൾ അറിയരുത്, പ്രത്യേകിച്ച് ആനി. അത് ശരി, വാദി ഇപ്പൊ പ്രതിയായല്ലേ? എന്നെ തല്ലി എല്ലൊടിച്ചവന്റെ മുഖത്ത് നോക്കി രണ്ടാട്ടാട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയവൾ അവൻ ഏതാണ്ട് പറഞ്ഞു പിടിപ്പിച്ചതും കേട്ട് വിശ്വസിച്ച് എന്നെ പ്രതിക്കൂട്ടി കയറ്റി വിസ്തരിക്കുന്നു. എന്റെ പൊന്നാനി, നീ ഇത്ര മണ്ടിയായി പോയല്ലോ. നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ അവൻ പല നമ്പരും ഇറക്കും, പല നാടകവും കളിക്കും. ആ അരക്കിറുക്കൻ ഏതാണ്ട് പറഞ്ഞു എന്ന് വെച്ചത്. അരക്കിറക്കല്ല, മുഴുക്കിറുക്ക്. അത് നിങ്ങൾക്കാ. നാടകം കളിച്ചതും ഇപ്പോഴും കളിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ. ഇതൊന്നും പറയണ്ട. പറയും. എന്നെ പോലെ വെറും ശരാശരി ആണുങ്ങളുടെ മനസ്സിലെ സ്നേഹവും നന്മയും അല്പം പോലും ശ്രദ്ധിക്കാൻ കൂട്ടാക്കാതെ തടിമിടിക്കലും പുറം പകറ്റിലും മയങ്ങി വീഴുന്ന പെൺകുട്ടികളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും. അവരിൽ ആരെയെങ്കിലും ഞങ്ങളെ പോലുള്ളവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയാൽ സ്വന്തമാക്കാൻ പല ബുദ്ധിയും പ്രയോഗിക്കാതിരിക്കും. ഇതിന്റെ പേര് ബുദ്ധിയെന്നല്ല, ചതി. ഒരു പെണ്ണിന് വേണ്ടി കൂടെ പിറപ്പിനേക്കാൾ ഏറെ സ്നേഹിച്ച കൂട്ടുകാരനെ ഭ്രാന്തനെന്നും വൃത്തികെട്ടവനെന്നും പറയാൻ മടിക്കാത്ത നിങ്ങൾ നാളെ ഇതിലും വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി എന്നെ തന്നെ ഒറ്റുകൊടുക്കാൻ തയ്യാറാകില്ലെന്ന് എന്താണ് ഉറപ്പ്? പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും നിങ്ങളുടെ കുറ്റമല്ല. നല്ല കുടുംബത്തിൽ പറക്കണം. പറയടി, തന്തയില്ലാത്തവനെന്ന് തീർത്തു പറ. അതല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം? പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് ഓടിച്ചല്ല. പെണ്ണും പെടക്കോഴി ഇല്ലാതെ അവൻ ഇപ്പോഴും കാത്തിരിക്കല്ലേ നിത്യ ബ്രഹ്മചാരിയായിട്ട്? പറ്റിയ ചതിയും കയ്യബദ്ധവും ഏറ്റു പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ രണ്ട് കൈ നീട്ടി ആ വീരപാണ്ഡ്യ കട്ടപ്പൊമ്മൻ ഇപ്പോഴും നിന്നെ സ്വീകരിച്ചോളും.
യഥാർത്ഥ കുറ്റവാളികളെ പൂർണ്ണമായും വെളിച്ചത്ത് കൊണ്ടുവരാനായില്ലെങ്കിലും ഒന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും സർ. ദ ഫസ്റ്റ് അക്യൂസ്ഡ് ഷോൺ ഇൻ ദ എഫ്ഐആർ സീംസ് ടു സ്റ്റാൻഡ് ഔട്ട് ഓഫ് ദ ഫ്രെയിം. ഐ മീൻ ദ ഗേൾ അപർണ ഈസ് റിയലി ഇന്നസെന്റ് സർ. Well, I think so. But can you forward any concrete evidence? യെസ് സർ. കൊല്ലപ്പെട്ട ജ്യോതിർ ഘോഷിന്റെ ചുരുട്ടിപ്പിടിച്ച കൈകൾക്കുള്ളിൽ കണ്ടെത്തിയതും അപർണയുടെ നിന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നതുമായ ലോങ് ഹെയർസ്, നീളം മുടി, ഒരു സ്ത്രീയുടെ മുടിയേ അല്ലെന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നു സർ. That is really a wonderful development. ഡിപ്പാർട്ട്മെന്റ് റീസെന്റായി കളക്ട് ചെയ്ത നൊട്ടോറിയസ് ക്രിമിനൽസിന്റെ ഫിംഗർ പ്രിന്റുമായി ഒത്തുനോക്കാൻ സ്പോട്ടിൽ നിന്ന് കണ്ടെത്തിയ ഫിംഗർ പ്രിന്റ് അയച്ചിട്ടുമുണ്ട് സർ. മറ്റൊന്നിനും പകരം വയ്ക്കാനാവാത്ത ആനിയോടുള്ള എന്റെ സ്നേഹം. അന്ന് എന്റെ മുന്നിൽ 2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ എങ്ങനെയെങ്കിലും ആനിയെ സ്വന്തമാക്കുക, അല്ലെങ്കിൽ ആത്മഹത്യ. അനി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അനി, നീ എനിക്ക് നഷ്ടമായാൽ ഞാനല്ലാതാവും. ഇനി പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? കാല് പിടിച്ച് മാപ്പ് പറയണോ? കുമ്പസരിക്കണോ? എന്തു വേണമെങ്കിലും ചെയ്യാം. എനിക്കെന്നല്ല, ലോകത്ത് ഒരു പെണ്ണിനും മറക്കാൻ പറ്റണതല്ല ഇച്ചായന്റെ പ്രവൃത്തികൾ. എന്നാലും മറക്കണമെന്ന് തന്നെയാണ് കർത്താവിന്റെ കൽപ്പനയെന്ന് തോന്നുന്നു. സത്യം പറയാലോ, ഇച്ഛ എന്നുള്ള നിന്റെ വിളി കേട്ടപ്പോഴാ എന്റെ മനസ്സൊന്ന് തണുത്തത്. അല്ല, കർത്താവ് എന്ത് കൽപ്പിച്ചെന്നാ? ഇച്ചായൻ ഒരച്ഛനാകാൻ പോകുന്നു. കർത്താവേ, ഞാൻ ദേ അങ്ങോട്ട് വരിക. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ വന്നിട്ട്. ആ ആനിയെ കണ്ട് ഒന്ന് സംസാരിച്ചാലോ? എന്നും അവളുടെ നന്മയെ ആഗ്രഹിക്കുന്ന ഒരാളിന് ഈ ഒരു സാക്രിഫൈസും കൂടി ആവാം. നന്മയ്ക്ക് എന്ത് വില? അല്ലെങ്കിൽ തന്നെ ഞാൻ കൈവെക്കുന്നതെല്ലാം പ്രശ്നത്തിലാ. ഞാൻ പറയുന്നൊന്നും മനസ്സിലാവാഞ്ഞിട്ടല്ല, വെളുക്കാൻ തേച്ചത് മാണ്ടാകുമെന്ന് എൻ്റെ പേടി. അത് എന്ത് പറഞ്ഞാണ് നിങ്ങളെ സമാധാനിപ്പിച്ച് കോംപ്രമൈസ് ആക്കേണ്ടതെന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക്. ഇത്തരമൊരവസ്ഥയിൽ ഒറ്റയ്ക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാനും ജീവിക്കാനും കഴിയും? ഇപ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാൻ തൻ്റെ ഡാഡി പോലും ഇല്ല. ഇവനെന്താ ഇവിടെ കാര്യം? കൊറേ അത് നിങ്ങൾ തമ്മിലുള്ള ഞാൻ എന്റെ ഭാര്യയോടാണ് ചോദിച്ചത്, തന്നോടല്ല. ഇച്ചായ പ്ലീസ്. വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. പഴയ കാമുകനെ വിളിച്ച് തൽക്കരിച്ചതാ അല്ലേ? കോര, ദിസ് ഇസ് ടു മച്ച്. വെറുതെ ബഹളം കൂട്ടി ആളുകളൊക്കെ ഉണ്ട് അതും ഇതും പറയിക്കരുത്. ഒരു സീൻ ഉണ്ടാക്കരുത്. ഉണ്ടാക്കിയ നീ എന്ത് ചെയ്യും? നിന്റെ മസിൽ പവറും അധികാരവും ഒക്കെ അങ്ങ് ഡിപ്പാർട്ട്മെന്റ് മതി. കോര, യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്. എന്ത് ലിമിറ്റ്? ഒരു ലിമിറ്റും ഇല്ല. ഞങ്ങൾ തമ്മിലുള്ള കോംപ്രമൈസിന്റെ കാര്യത്തിലാണെങ്കിൽ നീ ആദ്യം വന്ന് കാണേണ്ടിയിരുന്ന എന്നെയാണ്. അതാണ് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഇച്ചായ ഭർത്താവിന്റെ കൈയും കാലും തല്ലി ഒടിച്ചോൻ പറഞ്ഞ കള്ള കഥയും കേട്ട് വന്ന് എന്നെ തള്ളി പറഞ്ഞപ്പോഴേ ഞാൻ മനസ്സിലാക്കണമായിരുന്നു. എല്ലാവരും ചേർന്ന് എന്നെ മണ്ടനാക്കാമെന്നാണ് വിചാരമെങ്കിൽ അത് നടപ്പില്ല. ഇവന്റെ കൊച്ചിന്റെ തന്തയാൻ എന്നെ കിട്ടില്ല. എൻ്റെ ഇതേവരെയുള്ള കരിയറിലെ ഒരേ ഒരു വീഴ്ച, മാധവജിയെ പോലൊരു മഹാനെ പൂർണ്ണമായി മനസ്സിലാക്കും മുമ്പേ ധൃതി പിടിച്ച് അബദ്ധത്തിൽ ചാടി എന്നുള്ളതാ. വലിയ വൈകിട്ടാണെങ്കിലും അത് തിരുത്തണം. ഞാനതൊക്കെ എപ്പോഴേ മറന്നു. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു അപേക്ഷയുമായിട്ടാണ്. വരുന്ന 6-ാം തീയതി ഓർഫനേജിൻ്റെ വാർഷികാഘോഷമാണ്. ആരോരുമില്ലാത്ത അനാഥ കുഞ്ഞുങ്ങളുടെ പാട്ടും കളിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ അല്പസമയം കഴിയാൻ കുഞ്ഞ് സമയം കണ്ടെത്തണം. അയ്യോ, 6-ാം തീയതി അനങ്ങാൻ പറ്റില്ല മാധവജി. അന്ന് മുഴുവൻ MP യുടെ പ്രോഗ്രാംസാ. അദ്ദേഹം കാലുകുത്താൻ കാത്തിരിക്കുക ചിലർ പ്രശ്നങ്ങളുണ്ടാക്കാൻ. ഞങ്ങൾ ഫോഴ്സ് എത്രയുണ്ടെങ്കിലും മതിയാവില്ലെന്ന അവസ്ഥയാണ്. മറ്റൊരു ദിവസമായിരുന്നെങ്കിൽ വേറെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആരോരുമില്ലാത്ത അനാഥ കുട്ടികളുടെ കാര്യത്തിൽ കുഞ്ഞുപേക്ഷ വിചാരിക്കരുത്. നിങ്ങളെപ്പോലുള്ള ആദർശധീരന്മാരായിരിക്കണം അവരുടെ ജീവിതത്തിൽ മാതൃകയിൽ ലക്ഷ്യബോധം നൽകാൻ. ഡ്യൂട്ടി മുടക്കാനൊന്നും ഞാൻ പറയില്ല. ഗാന്ധിരാമന്റെ പ്രോഗ്രാംസ് ഇല്ലെങ്കിൽ ഓക്കെ മാധവജി, ഞാൻ വരാം. ഇനി പോകണ്ടെന്ന് മനസ്സ് പറഞ്ഞാലും കുഞ്ഞിന് വരാതിരിക്കാൻ കഴിയില്ല. ഞാനും എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളും കാത്തിരിക്കും. വരട്ടെ. അയ്യോ, ഞാൻ ചായ എടുക്കാം. വേണ്ട, ലഹരി പാനീയങ്ങളിൽ താല്പര്യമില്ല. ചായയും കാപ്പിയും ഒക്കെ ഒരു തരത്തിൽ ലഹരി പാനീയങ്ങളാണല്ലോ. തുളസിയിലെ കഷായമാണ് പ്രിയം. കുഞ്ഞും അത് ശീലിക്കുന്നത് കൊള്ളാം. ഈ പ്രായത്തിലുള്ള എടുത്തിയാട്ടത്തിനൊക്കെയും അത് നല്ലൊരു മറുമരുന്നാ. ഹലോ, യെസ്, ഞാനാ ബഷീർ. മാധവജി ഒതുക്കാൻ ഒരു എവിഡൻസ് കിട്ടിയ സന്തോഷത്തിലായിരുന്നു രവിരാമകൃഷ്ണ. പക്ഷേ
കാര്യങ്ങൾ അപകടത്തിലാകുമെന്ന് സൂചന ലഭിച്ച ഉടനെ തന്നെ ഈ ഹക്കീം ഉണർന്ന് പ്രവർത്തിച്ചു. അതുകൊണ്ടെന്താ, ഓഷ്യൻ ഹാർവസ്റ്റിന്റെ വണ്ടി സുരക്ഷിതമായി എത്തേണ്ടിടത്ത് തന്നെ എത്തി. രവിരാമകൃഷ്ണൻ ഉറക്കമുളച്ച് കാത്തിരുന്ന മിച്ചം. മാധവജി, ഓർമ്മയുണ്ടായാ മതി കേട്ടോ. മാധവജി, ഗാന്ധിരാമ സാറിനോട് എന്റെ കാര്യം. ഈ മാധവജിക്ക് എല്ലാം ഓർമ്മയുണ്ടോ? അപ്പ എല്ലാം പറഞ്ഞ പോലെ. സാറിന്റെ പ്രയോഗത്തില് ആ രവിരാമകൃഷ്ണന്റെ അണ്ടക്കടാഹം കീറിപ്പോയി. എന്റെ കുടുംബം നശിപ്പിച്ചവനാണ് അവൻ. അവന്റെ നാശം കാണാൻ വേണ്ടി ഏത് ചെകുത്താനുമായിട്ട് ഞാൻ കൂട്ടുകൂടും. എങ്ങാണ്ടും കിടന്നൊരു പറപ്പാണ്ടിയെ കൊട്ടും കുറവായിട്ട് എഴുന്നള്ളിച്ചോണ്ട് വന്നപ്പോ ഇവിടെ ചിലക്കൊക്കെ നമ്മളെ കണ്ണി പിടിക്കാണ്ടായി. ചിരയ്ക്കാനാണെങ്കിലും ശ്രുതിക്കാനാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പൊങ്ങിയ കൈയൊന്നും വെറും കൈയായി താന്നിട്ടില്ല. ഉണ്ടോ? അത് കള. പാമ്പും പഴയതാ നല്ലതെന്ന് ഞാൻ നേതാവിനോട് പറയാറുണ്ട്. പിന്നെ പുതിയ പളവന്മാർ കളത്തിലിറങ്ങുമ്പം വിഷത്തിന്റെ വീര്യം അറിയാൻ നമ്മളത് കളിപ്പിച്ചു നോക്കും. കടിക്കാതെ എറിഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഒരു ടെസ്റ്റ് ഡോസ്. വിഷത്തിന്റെ വീര്യം അറിഞ്ഞിട്ട് വേണ്ടേ മറുമരുന്നിന് പറ്റിയ ഒരു കുറിപ്പടി എഴുതാൻ. പക്ഷേ അയാളെ തൊപ്പി തെറിപ്പിച്ച് എങ്ങോട്ടെങ്കിലും തട്ടാതെ ഞാനിനി ഡ്യൂട്ടിക്കില്ല. ഒന്നും പേടിക്കണ്ടോ. ഈ രാത്രി ഇരുട്ടി വെളുക്കും മുമ്പേ അവന്റെ തൊപ്പി തെറിച്ചിരിക്കും. കേരള പോലീസിന്റെ ഡോഗ് ട്രെയിനിങ് സ്ക്വാഡിലേക്ക് പോരെ. അവൻ പല പോലീസ് പറ്റിയ കുളിപ്പിച്ചും കളിപ്പിച്ചും ജീവിക്കട്ടെ. ഈ രാത്രി നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. ഇപ്പോൾ ഡൽഹിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ജയമാലിനിയുടെ ചായ സൽക്കാരം പൊടി പൊടിക്കുകയായിരിക്കും. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റിൽ മുങ്ങിത്താഴുന്നത് കേന്ദ്ര മന്ത്രിസഭയുടെ ഭാവി. മോഹൻ ഗാന്ധിരാമന്റെ കയ്യെത്തും ദൂരത്ത് ആടിക്കളിക്കുന്നത് ക്യാബിനറ്റ് മന്ത്രി കസേര. ഹലോ സാർ. സാർ ഓക്കെ സാർ. എസ് പി അത്യാവശ്യമായിട്ട് എത്തണമെന്ന്. എന്താണോ പുതിയ കുരിശ്? അങ്ങനെ വരട്ടെ. എടോ, ഗാന്ധിരാമൻ പറഞ്ഞില്ലേടോ അത്ഭുതം. എടോ, പറഞ്ഞ് നാവ് വായിലിട്ടില്ല, അതിനു മുമ്പ് ഇവിടെ എത്തിയിരിക്കുന്നു. പോയി 2 കഴിഞ്ഞിട്ട് മേടിക്കടാ കൊച്ചനെ. എങ്ങാണ്ടൊന്നും വലിഞ്ഞു കയറി വന്ന ഈ പറ പാണ്ടിക്കെട്ട് നീ ചെയ്ത ചെയ്തുണ്ടല്ലോ, ഒരു തന്തയ്ക്ക് പറഞ്ഞവരെ ചേർന്നാലടാ.